friends, welcome to Little Star Creation. നമുക്കൊരു മാസ്ക് തയ്ക്കാം. അതിന് ആദ്യമേ ഇങ്ങനെ ഒരു ഫുൾ ഷീറ്റ് പേപ്പർ എടുക്കണം. പേപ്പർ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇതിനകത്തൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ തുണി അതിൻ്റെ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മാസ്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ആദ്യമേ തന്നെ ഇതിനൊരു സ്കെയിലും പേപ്പറും എടുത്തതിന് ശേഷം 14 സെൻറ്റിമീറ്റർ നീളവും 14 സെൻറ്റിമീറ്റർ വീതിയും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ വരച്ചെടുക്കാം. രണ്ട് സൈഡിലും 14 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് 14 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ടതിന് ശേഷം വരച്ചാൽ മതിയാവും. ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അടിയിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ, അങ്ങനെ തന്നെ ഇവിടെയും 1 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം ഈ സൈഡിൽ നമുക്ക് നേരെ ഒരു 6.5 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം. ഈ 6.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഈ 1 സെൻറ്റിമീറ്റർ നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അകത്തോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നിടത്തോട്ട് നമുക്കിങ്ങനെ ചരിഞ്ഞൊരു വര വരയ്ക്കണം. അപ്പം ഇവിടെ വരെ ശരിയായി. ഇനി ഇവിടെ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ വേറെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിട്ട് കഴിഞ്ഞ് പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുക്കണം. മുകളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ഒരു 5.5 സെൻറ്റിമീറ്ററോളം വന്ന് ഒരു മാർക്കിംഗ് കൊടുക്കണം. 5.5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീണ്ടും റൈറ്റ് സൈഡിലോട്ട് പോയിട്ടൊരു 2.5 സെൻറ്റിമീറ്റർ ഇത്രയും വരെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഈ 1/2 സെൻറ്റിമീറ്റർ നമ്മളിവിടെ 1 സെൻറ്റിമീറ്റർ നമ്മളിവിടെ അകത്തോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട്, പക്ഷേ ഈ ലൈൻ്റെ വെളിയിലോട്ട് പോകരുത്, ഇവിടുന്ന് വളച്ച് കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് നമുക്കത് വരച്ച് നിർത്താം. ആദ്യമേ നമുക്ക് ചെറിയ ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താം. അതൊരു വളഞ്ഞ വര പോലെ വേണം വരച്ച് പോകേണ്ടത്. ഇവിടെ വരെ കൊണ്ടുവന്ന് വരച്ച് നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ 2.5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്തത് ഇതെവിടെ നിൽക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഞാനിതെല്ലാം ഒന്ന് ആദ്യമേ എഴുതി കാണിക്കാം. ഇവിടെ നമുക്ക് ഫുള്ള് 14 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് 14 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറയ്ക്കുന്നത് 1 സെൻറ്റിമീറ്റർ, പിന്നെ ഇവിടെ നമ്മളൊരു 5.5 സെൻറ്റിമീറ്റർ, ഇത്രയും വരെ ഓക്കെ. ഇനി ഇവിടെ ഒരു 2.5 സെൻറ്റിമീറ്റർ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2.5 സെൻറ്റിമീറ്റർ ഒന്ന് നേരെ താഴേക്ക് നമുക്കൊരു 6 സെൻറ്റിമീറ്റർ നേരെ താഴെ കൊണ്ടുവന്ന് ഒരു 6 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തിട്ടിരുന്നാൽ മതി. 6 സെൻറ്റിമീറ്റർ ഇവിടുത്തെ വിഡ്ത്ത് പറയുന്നത് 6 സെൻറ്റിമീറ്റർ വരുന്നത്. ഈ 6 സെൻറ്റിമീറ്ററിലോട്ട് ആദ്യമേ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം, സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്തുനിന്ന് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യരുത്, ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടൊരു
കർവ് ഷേപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കണം. ഇങ്ങനെ പോകണം. ഇത്രയും വരെ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മാസ്കിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞു. ഇത്രയും വരെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മാസ്കിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുത്തു. നമുക്കിനി ഇത് ഈ വരച്ചിരിക്കുന്ന ആ ലൈനിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്, ഇതിപ്പോൾ ഞാനൊരു നോർമൽ പേപ്പറിനകത്ത് കട്ട് ചെയ്തെടുത്ത് കാണിച്ചതേ ഉള്ളൂ. നമുക്കൊരു ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറിനകത്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് പിന്നെ നമുക്ക് കോട്ടൺ തുണിയിൽ ഈ മാർക്കിങ് അതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാസ്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അതേ സെയിം അളവിൽ ഞാൻ ഇതേപോലെ ഇച്ചിരി കട്ടിയുള്ള ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് വരുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ അതേ അളവിൽ തന്നെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം അളവ് തന്നെ ഇതിന് വരുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ തുണിക്കകത്ത് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. തുണിക്കകത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് പീസ് തുണി എടുത്തിട്ട് അതിന് നമുക്ക് 4 പീസാക്കി മടക്കണം. ആദ്യമേ ഇത് നേരെ ഇങ്ങനെ 4 പീസായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു വീതി കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് ക്രോസായിട്ട് മടക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കാം. നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം നമുക്കൊന്ന് വെച്ച് നോക്കാം അത് കിട്ടുന്നുണ്ടോ. കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ കട്ടിയുള്ള പേപ്പറാകുമ്പോൾ പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ആവത്തില്ല, അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് വരച്ച് ഇപ്പം 4 പീസ് നമുക്ക് ഒരുമിച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണമെന്നുമില്ല. നമ്മുടെ തുണിയുടെ അളവനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ബൈൻഡ് മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി തുണിക്കകത്ത് ആ വരച്ചിരിക്കുന്ന മാർക്കിങ് കറക്റ്റ് മാർക്കിങ്ങിൻ്റെ അതിലൂടെ തന്നെ തുണിക്കകത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതിൽ 4 പീസ് തുണികളുണ്ട്. ഈ 4 പീസ് തുണികൾ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഈ 2 തുണികളുടെയും നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കണം. അതുപോലെ തന്നെ ഈ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തൂടെ നമ്മളിങ്ങനെ തയ്ക്കണം. അപ്പം ഇത് രണ്ടും തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് 2 സ്ട്രെയിറ്റ് പീസായി വരും. തയ്ച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് രണ്ടും ജോയിൻ ചെയ്ത് ഇങ്ങനെ തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തി ഈ മുകൾ ഭാഗം രണ്ടിൻ്റെ മുകൾ ഭാഗം ഒരേപോലെ വരണം. ഇങ്ങനെ ഈ ചെറിയൊരു കർവുള്ള ഭാഗമാണ് മുകൾ ഭാഗത്ത് വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ ആ കർവുള്ള 2 ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഈ സൈഡും തയ്ക്കണം, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് 2 സൈഡും ഇതേപോലെ തയ്ച്ചെടുക്കണം. അതിനുശേഷം പിന്നെ ഈ 2 സൈഡ് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, മുകൾ ഭാഗവും അടിഭാഗവും മാത്രമേ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളൂ. 2 സൈഡ് നമ്മളിങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ തിരിച്ച് നല്ല വശം തിരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ വെളിയിൽ കൂടെ തയ്യലൊന്നും വരത്തില്ല, എല്ലാം പാക്കായിരിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇങ്ങനെ ഒന്ന് നേരെയാക്കി എടുത്തതിന് ശേഷം ഈ 2 സൈഡിൽ നിന്ന് നമ്മൾ തുണി കുറച്ച് അകത്തോട്ടിങ്ങനെ ഒരു 1/2 ഇഞ്ചോളം തുണി അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. 2 സൈഡിൽ നിന്ന് തുണി ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇലാസ്റ്റിക് നമുക്കിതിൻ്റെ അകത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടി ഇങ്ങനെ കനം കുറഞ്ഞ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഇലാസ്റ്റിക് എടുത്ത് 7 ഇഞ്ച് വരെയൊക്കെ മതിയാകും. 7 ഇഞ്ച് വീതമുള്ള 2 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട്
നമുക്ക് 2 സൈഡിലേക്കും വെക്കാനുള്ള ഇലാസ്റ്റിക് 7 14 ഇഞ്ച് നീളം മതിയാകും ഇലാസ്റ്റിക്കിന് 2 സൈഡിലേക്കും വെക്കാൻ വേണ്ടി. ഇതെടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഈ തുണി, അതിൻ്റെ ഒരു സൈഡിൽ 2 സൈഡിലും ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പിടിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പതിച്ചൊരു തയ്യൽ തയ്ക്കാം. ഈ ഒരൊറ്റ തയ്യൽ മാത്രം മതി ഇതിൻ്റെ അകത്ത്. വെളിയിൽ കൂടെ കാണുന്ന തയ്യൽ ഈ ഒരൊറ്റ തയ്യൽ മാത്രമേ വരത്തുള്ളൂ. 2-3 ലോക്ക് ഇട്ട് തയ്ച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ലോക്ക് ഇട്ട് തയ്ച്ച് നിർത്താം. അങ്ങനെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. വളരെ എളുപ്പം തന്നെ നമുക്കിങ്ങനെ തുണി മാസ്ക് വീട്ടിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും കൈത്തയ്യൽ തയ്ച്ചിട്ട് വേണമെങ്കിലും സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ നല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള കൈത്തയ്യൽ തയ്ച്ചെടുത്താലും മാസ്ക് നല്ല അടിപൊളിയായിട്ട് മാസ്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലും 2 കളറിലെ തുണികളിട്ടിട്ട് നമുക്ക് ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മാസ്കും തയ്ക്കാം. ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കളറ് ഡ്രസ്സിൻ്റെയൊക്കെ മാച്ചിങ് രീതിയിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഒരു പേപ്പർ കട്ട് ചെയ്ത് ചെറിയൊരു കട്ടിയുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഒറ്റ പ്രാവശ്യം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതേപോലെ മാസ്ക് എത്ര മാസ്ക് വേണമെങ്കിലും ഇതേപോലെ തയ്ച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.